നമ്മുടെ ധ്യാനത്തിന് ആധാരമായി 3 വേദഭാഗങ്ങൾ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം. മർക്കോസ് 10:45. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലിയായി കൊടുപ്പാനും അത്രേ വന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലിയായി കൊടുപ്പാനും അത്രേ വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 27-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. കർത്താവ് ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ കഴുകേണ്ടതാകുന്നു. നമ്മൾ ശംശാന എന്ന് പറയുമ്പോൾ, ശംശാനൻ എന്ന് പറയുമ്പോൾ അത് സുറിയാനി പദമാകുന്ന ശംശാന എന്നുള്ള പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് തുല്യമായ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം ഡീക്കൻ എന്നുള്ളതാകുന്നു. ഡിയാക്കോണോസ് എന്നുള്ളതായ ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ച പദമായിട്ട് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശുശ്രൂഷ എന്നുള്ള ഒരർത്ഥത്തിൽ അത്രേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആരാധനയിലും സമൂഹത്തിലും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിയോഗിതരായിരിക്കുന്ന ആളുകൾ, വേർതിരിക്കപ്പെട്ടതായ ആളുകൾ, ദാസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതായ ആളുകൾ. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ വ്യാപരിച്ച ദൈവകൃപയോർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവരെ വളർത്തിയ മാതാപിതാക്കൾക്കായി ദൈവത്തിന് സ്തോത്രം. അവരെ വളർന്നു വന്ന ഇടവകയുടെ പശ്ചാത്തലം, അവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകർ, പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകർ, എല്ലാവരുടെയും ജീവിതാനുഭവങ്ങളെയും കൈത്താങ്ങലുകളെയും ഒക്കെ ഈ സമയം ഓർക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇവരുടെ ഒരു ഫോർമേഷനിൽ സഹായിച്ച കാലാകാലങ്ങളിലെ ഇടവകളിലെ ശുശ്രൂഷ അനുഷ്ഠിച്ച പട്ടക്കാരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അനേക ആളുകളുടെ പ്രാർത്ഥനയുടെയും ദീർഘനാളിലെ ഒരുക്കത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയൊക്കെ ഒരു സഫലീകരണത്തിൻ്റെ ദിനമായി ഇതിനെ കാണാൻ സാധിക്കും. ഈ അനുഭവങ്ങളിൽ ഒരുമിച്ച് പങ്കുചേരുമ്പോൾ ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റവും സവിശേഷമായ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതൊരു ദാസ്യ ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞുവല്ലോ. കർത്താവ് ചെയ്ത ശുശ്രൂഷയുടെ വലിയ ഒരു തുടർച്ച ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദിസ് സർവീസ് ഇസ് ഡിഫൈൻഡ് ബൈ സർവീസ് വിത്ത് ലവ്, ഹ്യൂമിലിറ്റി, സെൽഫ് സാക്രിഫൈസ് ആൻഡ് പുട്ടിങ് ഗോഡ് ആൻഡ് അതേഴ്സ് ഫസ്റ്റ് എന്നുള്ളത് അത്രേ കാണാനായിട്ടിടയായിത്തീരുന്ന സംഗതി. ഇത് സ്നേഹത്തിലെ ഒരു വലിയ ശുശ്രൂഷയാണ്. ഇത് വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ ചെയ്യേണ്ടതായ ശുശ്രൂഷയായി മനസ്സിലാക്കാൻ സാധിക്കും. ദൈവമാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ദൈവമാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ഈ സഹോദരന്മാരെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ മുൻനിർത്തി ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതായി കാണാൻ സാധിക്കും. ഈ ശുശ്രൂഷയിലേക്ക് ദൈവം ഇവരെ വിളിച്ച് അടുപ്പിക്കുമ്പോൾ ദൈവജനത്തിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിന് ഏറ്റവും മുൻഗണന കൊടുക്കുക, അതിനോട് ചേർന്ന് മറ്റ് ആളുകൾക്ക് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ മുൻനിർത്തി അവരെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കാൻ ഇടയാവേണ്ടത് ഏറ്റവും അധികം അത്യാവശ്യമായ സംഗതിയും അനുഭവമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു തുടങ്ങിയതായ ഒരു ശുശ്രൂഷ, തൻ്റെ ജീവിതത്തിലൂടെ വെളിവാക്കിയതായ ശുശ്രൂഷ, നാം ഇന്ന് തുടരണം എന്ന് പറഞ്ഞതായിരിക്കുന്ന ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ തുടരാനായിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ കർത്താവ് വിളിച്ച് വേർതിരിക്കുകയത്രേ ചെയ്യുന്നത്. ഇതിനുശേഷം കശീശ പട്ടം കടയുണ്ടായിരിക്കും, മുൻപോട്ടുള്ള ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ ഏത് ശുശ്രൂഷയിൽ മുൻപോട്ട് പോയാലും ഷെമ്മാശ്രം എന്നുള്ള പദവിക്ക് ഒരു മാറ്റമില്ല. ശുശ്രൂഷ സ്ഥാനത്തിന്, ശുശ്രൂഷ മനോഭാവത്തിന് ഒരു മാറ്റം വരേണ്ടതില്ല. എല്ലാ അനുഭവങ്ങളിലും എല്ലാ നാളും ശുശ്രൂഷകർ തന്നെയാണ് കർത്താവിൻ്റെ ദാസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്, സമർപ്പിതരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിനൊരു വലിയ വേദപുസ്തക അടിസ്ഥാനമുണ്ട്. ഈ ശുശ്രൂഷ മനുഷ്യനാലുള്ള ഒരു ശുശ്രൂഷയല്ല, മനുഷ്യൻ്റെ താല്പര്യം കൊണ്ടുള്ള ശുശ്രൂഷയല്ല, മറിച്ച് വേദപുസ്തകത്തിൻ്റെ വലിയ പശ്ചാത്തലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിലാണ് ഈ ദാസ്യ ശുശ്രൂഷയുടെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ശ്രേഷ്ഠമായ മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ പഠിപ്പിക്കലും ഈ ദാസ്യ ശുശ്രൂഷയിലേക്ക് നമ്മെ വിളിച്ച് അടുപ്പിക്കുന്ന അനുഭവങ്ങളായിട്ടത്രേ കാണാനായിട്ട് ഇടയായിത്തീരുന്നത്. മാളിക മുറിയിൽ കൂടിയിരിക്കുന്ന സമയത്ത് അത്താഴം അടുക്കുമ്പോൾ
അരയിൽ തൂവാല ചുറ്റി അവരുടെ കാൽ കഴുകുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ അക്കാലത്തെ ഒരു അടിമ ചെയ്യേണ്ട ശുശ്രൂഷയാണ്, ഒരു സേവകൻ ദാസൻ ചെയ്യേണ്ടതായ ശുശ്രൂഷയാണ്. എന്നാൽ ഗുരുവും നാഥനുമായിരിക്കുന്ന ഈ കർത്താവ് തന്നെ, സാക്ഷാൽ ദൈവപുത്രനായിരിക്കുന്ന മശിഹായായിരിക്കുന്ന യേശു കർത്താവ് തന്നെ അരയിൽ തൂവാല ചുറ്റി ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതായിട്ടത്രേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തരുന്നത്. ട്രൂ മിനിസ്ട്രി ഈസ് റൂട്ടഡ് ഇൻ ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ്. യഥാർത്ഥമായിരിക്കുന്ന ശുശ്രൂഷ എന്നുള്ളത്, ഒരു ഉദാത്തമായിരിക്കുന്ന ശുശ്രൂഷ എന്നുള്ളത് വിനയത്തിലും ശുശ്രൂഷയിലും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത്രേ നമുക്ക് മനസ്സിലാക്കാനായി ഇടയായിത്തരുന്നത്. യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ സാക്ഷാൽ ദൈവപുത്രൻ ആണെങ്കിൽ തന്നെയും മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. അല്ലാതെ ചെയ്യാനുള്ള ബലം ഒക്കെയുണ്ട്, അല്ലാതെ ചെയ്യാനുള്ള ദൈവിക ബലം യേശുവിനുണ്ട്. അതിൽ യേശു കർത്താവ് പറയുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് സഹായത്തിന് വേണ്ടി പല ഏജൻസികളും ആളുകളെ അയക്കുന്ന ഒരു കാലഘട്ടമാണ്. പല കാര്യങ്ങൾക്കും ശുശ്രൂഷകരെ ആവശ്യമുണ്ട്, സേവനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ആവശ്യമൊക്കെ ഉള്ളതായ ഒരു കാലമാണ്. യേശു കർത്താവ് തന്നെത്താൻ ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിക്കുകയും തന്നെത്താൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി മറുവിലയായി നൽകുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കും. യേശു അവരോട് പറയുന്ന വേറൊരു കാര്യമുണ്ട്, നമ്മൾ മുൻപേ വായിച്ച് കേൾക്കുകയുണ്ടായാലും, ഞാൻ നിങ്ങളുടെ മധ്യ ഒരു ശുശ്രൂഷകനെ പോലെ ആയിരിക്കുന്നു. ഒരു ശമാശൻ, ഒരച്ഛൻ ദൈവജനത്തിൻ്റെ മധ്യേ ആയിരിക്കുമ്പോൾ ഒരു ശുശ്രൂഷകനാണ്, ഒരു ശുശ്രൂഷകനെ പോലെ എല്ലാ ശുശ്രൂഷകളും നിർവഹിപ്പാനായിട്ട് ബാധ്യസ്ഥനാണ്, അതിനുവേണ്ടി നിയോഗിതനാണ്, ചുമതലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ശുശ്രൂഷയുടെ മഹത്വം ശുശ്രൂഷ ഏൽക്കുന്നതിലല്ല, മറിച്ച് ശുശ്രൂഷ നൽകുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മഹത്വം നാം എന്ത് പ്രാപിക്കുന്നു, നേടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് ചേർന്ന് ദൈവജനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്ത് നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്ന് ഇത്തരുണത്തിൽ ചിന്തിക്കുന്നത് ഏറ്റവും അനുഗ്രഹീതമായ സംഗതിയായിരിക്കും. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയെങ്കിൽ നിങ്ങളും കഴുകേണ്ടതാകുന്നു എന്നത്രേ പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ഓപ്ഷനലായ കാര്യമല്ല. ദാസ്യ ശുശ്രൂഷ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഇതിനകത്തില്ല. ഇത് നമ്മുടെ ശുശ്രൂഷയിൽ അന്തർലീനമായിരിക്കുന്ന ഒരു മസ്റ്റാണ്. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയായിട്ടത്രേ നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ ശുശ്രൂഷകളും അനുഭവങ്ങളും നോക്കുമ്പോഴും ഇതേ രീതിയിലുള്ള സമീപനം അത്രേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹി എക്സംപ്ലിഫൈസ് ഹയർ സ്റ്റാൻഡേർഡ്സ് ത്രൂ സബ്മിഷൻ ആൻഡ് സർവീസ് എന്നുള്ളത് അത്രേ മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. യേശു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിനേക്കാൾ, യേശു പുസ്തകം എഴുതിയിട്ടില്ല, ധാരാളം പുസ്തകം എഴുതിയനും ആ കാലത്ത് ഏറ്റവും വിദ്യാസമ്പന്നനും ഒക്കെ ആയിരിക്കുന്ന ആളാണ്. സാമൂഹ്യമായിരിക്കുന്ന നിലവാരങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം ക്രിസ്തുയേശുവിൻ്റെ ദാസൻ എന്നുള്ള ഒരു പദമാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ് എന്ന് അവിടെ പ്രത്യേകം പറയുന്നു. ഞാനൊരു CEO ആണ് എന്ന് അവിടെ വിവക്ഷിക്കുന്നില്ല. ഞാനൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണെന്നുള്ള നിലയിൽ അല്ല അവിടെ ഓർക്കുന്നത്. നമ്മുടെ ശുശ്രൂഷ ഒരു CEOയുടെ ശുശ്രൂഷ അല്ല, മറിച്ച് കർത്താവിൻ്റെ ദാസനാണ് എന്നുള്ള മനോഭാവത്തോടുകൂടെ ഈ ശുശ്രൂഷ നിർവഹിപ്പാനായിട്ടിടയായിത്തീരണം. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു എന്ന് പറയുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ ഒരുപോലെ കടക്കാരനാകുന്നു എന്ന് പറയുന്ന പൗലോസിൻ്റെ അനുഭവം ഒരു തരത്തിൽ ഒരു ബോണ്ടഡ് ലേബർ എന്ന് ഈ കാലത്ത് നമ്മളത് അംഗീകരിക്കുന്നില്ല, ആ ഒരു നില അംഗീകരിക്കുന്നില്ല എങ്കിലും ഒരു ബോണ്ടഡ് ലേബറെ പോലെയുള്ള ഒരു ചിന്താഗതി ഈ പൗലോസിൻ്റെ അനുഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്തു നിന്ന് ആവശ്യത്തിന് വേണ്ടി പണം കടം മേടിക്കും. കടം മേടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത വർഷവും ആരെ കടം നൽകുന്നോ അവർക്ക് വേണ്ടി ഈ കൃഷി ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായ ആളാണ്. വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലുമൊക്കെ ഇപ്പോഴും അങ്ങനെയുള്ള സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം കടം നൽകിയ ആളിൻ്റെ കടം വീട്ടുവോളം ആ ശുശ്രൂഷ ചെയ്തേ മതിയാകുള്ളൂ. വേറൊരിടത്തേക്ക് പോകാനുള്ള ഫ്രീഡമില്ല, അത് ചെയ്തേ മതിയാകുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അതുപോലെ ഞാൻ കടക്കാരനാകുന്നു എന്ന് പറയുന്നത്. ലോകത്തിലെ മനുഷ്യർക്ക് വേറൊരു തരത്തിൽ നമ്മൾ അടിമ എന്നുള്ള നിലയിലല്ല, എന്നാൽ അടിമയെ പോലെ
ദൈവത്തിൻ്റെ ദാസന്മാരായി ഈ ശുശ്രൂഷ നിർവഹിപ്പാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളത്രേ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിനയത്തോടുകൂടെ ദാസ്യ മനോഭാവത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കണം. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് പറയും. പട്ടക്കാർ ഒരുമിച്ച് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, ദൈവജനത്തോട് ചേർന്ന് കൂട്ടുവേലക്കാരാണ്. നാം ഒരുമിച്ച് കൂട്ടുവേലക്കാരാകുന്നു എന്ന് പറയുന്ന അനുഭവം. പൗലോസ് ഇത് പറയാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കൊരിന്ത്യ സഭയിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചില ആളുകൾ പറയുകയാണ് ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാരനാണ്, ചില ആളുകൾ പറയുന്നു ഞങ്ങൾ അപ്പലോസിൻ്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ തരത്തിൽ അഭിപ്രായ ഭിന്നത ആദിമ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ പൗലോസ് പറയുന്ന സവിശേഷമായ കാര്യം, ഈ അപ്പലോസും പൗലോസും ഞങ്ങളെല്ലാവരും തന്നെ കൂട്ടുവേലക്കാരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്നവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനാണെന്ന് വേറൊരു കൂട്ടർ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെങ്കിൽ അതിൻ്റെ വശം പിടിച്ചുകൊണ്ട് പൗലോസിന് ഇത്രയും പ്രാഗൽഭ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നതിന് ലോക ചിന്തകൾ കൊണ്ടും അതുപോലെ തന്നെ ലൗകികമായിരിക്കുന്ന താല്പര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തമായൊരു നിലപാടെടുക്കാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെങ്കിൽ അതും തരക്കേടില്ല, നിങ്ങൾ പറയുന്നതും തരക്കേടില്ല എന്ന് പറയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. പൗലോസ് നടുക മാത്രമേ ചെയ്തുള്ളൂ, അപ്പല്ലോസ് ഇവിടെ ചെയ്തില്ല എന്ന് പറയുന്നില്ല. അപ്പല്ലോസ് നനയ്ക്കുകയുണ്ടായി. അപ്പല്ലോസ് നനച്ചാലും പൗലോസ് നട്ടാലും ഫലം നൽകുന്നത് സാക്ഷാൽ ദൈവം തന്നെയാണ് എന്നവിടെ എടുത്ത് പറയുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തൻ്റെ നേട്ടങ്ങളിലും തൻ്റെ കഴിവുകളിലും അവകാശവാദം ഉന്നയിക്കാൻ പൗലോസ് നിൽക്കുന്നില്ല. മറിച്ച് താനും ഒരു ശുശ്രൂഷകനാണെന്നും താൻ ഈ അപ്പല്ലോസിനോട് ചേർന്ന് പോലും കൂട്ടുവേലക്കാരനാകുന്നു എന്നും അവിടെ എടുത്ത് പറയുന്നതായി നമുക്ക് കാണാനായിട്ട് ഇടയായിത്തരും. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ മധ്യേ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായും നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്ന് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായും നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് നിർണയിച്ചു. പ്രിയ സഹോദരന്മാരെ, ശുശ്രൂഷ അനുഭവങ്ങൾ മുന്നേറുമ്പോൾ ഈ കർത്താവ് മാത്രമേ കൂടെ നിൽക്കാൻ കാണുകയുള്ളൂ. പലപ്പോഴും ഒരുപക്ഷെങ്കിൽ ഈ കർത്താവ് മാത്രമേ കൂടെയുള്ളൂ എന്ന് തോന്നാവുന്ന അനുഭവങ്ങൾ അത് മതിയായതാണ്. സഭ കൂടെയുണ്ട്, തിരുമേനിമാർ കൂടെയുണ്ട്, പട്ടക്കാർ കൂടെയുണ്ട്, ദൈവജനം കൂടെയുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്നു, ഏകാന്തതയിലാണ്, പങ്കുവയ്ക്കാൻ ആരുമില്ല എന്ന് തോന്നാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെങ്കിൽ പല പ്രലോഭനങ്ങളും ചലഞ്ചസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മധ്യേ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ല, ഈ ലോകത്തിലെ അറിവുകൾ നേടണം. ഇന്നത്തെ ഈ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും ഇതെല്ലാം പഠിക്കേണ്ടത് ആവശ്യം, ലോകപ്രകാരമുള്ള അറിവ് പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരണം. എന്നാൽ ആത്യന്തികമായിട്ട് അറിയേണ്ടത് കർത്താവിനെയും ആത്യന്തികമായുള്ള സമർപ്പണം കർത്താവിനോടുമായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കാം. അതുകൊണ്ട് തന്നെ പൗലോസ് തൻ്റെ ശുശ്രൂഷ അനുഭവങ്ങൾ പറയുന്നുണ്ട്. തനിക്ക് പ്രത്യേകിച്ച് തൻ്റേത് എന്ന് പറയാനായിട്ടൊന്നുമില്ല, തൻ്റെ മെച്ചങ്ങൾ എന്നൊന്നും പറയാനില്ല, തൻ്റെ കഴിവ് എന്നൊന്നും പറയാനില്ല. പൗലോസ് വിനയാനിതനായിട്ട് പറയുന്ന കാര്യം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ബലഹീന മൺപാത്രങ്ങളാകുന്നു ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. ബലഹീന മൺപാത്രങ്ങളാണ് ഈ സഹോദരന്മാർ, ബലഹീന മൺപാത്രങ്ങളാണ്. ഈ നിൽക്കുന്ന അച്ഛൻ ബലഹീന മൺപാത്രങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ബലഹീനരായ ആളുകളാണ്. ഫ്രജൈല, എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്, എപ്പോൾ വേണമെങ്കിലും പതറിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നാൽ തൻ്റെ അത്യന്തമായ ശക്തി നമ്മിലേക്ക് പകരാനും തൻ്റെ കൃപാധനത്തിനൊത്ത വിധത്തിൽ നമ്മെ മുൻപോട്ട് വഴി നയിക്കാനും മതിയായ ഒരു ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ ശുശ്രൂഷയിലെ ധന്യമായ അനുഭവമായി കാണാൻ സാധിക്കുന്ന. പൗലോസ് അവിടെ സൂചിപ്പിക്കുന്നു, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലാണ് പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിഹീനരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ ജീവൻ ഞങ്ങളിലൂടെ വെളിപ്പെടേണ്ടതിന് അവൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നവരാണ് എന്നുള്ളതാണ് പൗലോസ് പ്രത്യേകമായി തൻ്റെ അനുഭവത്തെപ്പറ്റി ഓർപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. വി ആർ ഫ്രജൈൽ, വി ആർ വെരി വീക്ക്,
but God was merciful to reveal His surpassing power to each and every one of us എന്നുള്ളത് ഒരു ധന്യമായ അനുഭവമായി കാണാൻ സാധിക്കും. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഇത് വെളിവാക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലൂടെ ഉപദേശങ്ങളിലൂടെയും ഈ ദാസ്യ ശുശ്രൂഷയുടെ മഹത്വം വെളിവാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കാലഘട്ടങ്ങളിലും ഈ തരത്തിൽ ധന്യതയോടെ ശുശ്രൂഷിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രാവശ്യത്തെ സഭാതാരകയിൽ മാത്യു ദാനിയേൽ അച്ഛന് ഭാഗ്യസ്മരണീയനായ VM മാത്യു അച്ഛനെ പറ്റി എഴുതിയിരിക്കുന്ന ശ്രദ്ധേയമായ കാര്യമാണ്. അത് ഈ ഒരു പശ്ചാത്തലത്തിലായതുകൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുക അത്രയും ചെയ്യുന്നത്. മാത്യു ദാനിയേൽ അച്ഛൻ എൻ്റെ ഗുരുവായിരുന്നു. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ എൻ്റെ ഗുരുവായിരുന്നു. വളരെ വിനയത്തോടുകൂടെ ദൈവാശ്രയത്തോടുകൂടെ ഞങ്ങൾക്കെല്ലാം ഏറെ വാക്കുകൾ കൊണ്ടല്ലാതെ ഞങ്ങളുടെ ജീവിതത്തെ ശുശ്രൂഷകളെയും ചലഞ്ച് ചെയ്യുന്ന ഒരു പട്ടക്കാരനായി മാത്യു ദാനിയേൽ അച്ഛനെ ഓർക്കുക അത്രയും ചെയ്യുന്നത്. അച്ഛൻ VM മാത്തനച്ഛനെ പറ്റി പറയുന്ന കാര്യം, VM മാത്തനച്ഛൻ നമ്മുടെ അടുത്തുള്ള കുണ്ടറ ഇടവകയിലെ വികാരിയായിരുന്നു. അവിടെ നിന്നും അച്ഛനെ പറ്റിയുള്ള ശുശ്രൂഷകളെ പറ്റി കേൾക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും കർമ്മ മേഖലകളെ പ്രകാശമണിയിച്ച വൈദിക ശ്രേഷ്ഠനാണ് റവറൻ VM മാത്തൻ എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും കർമ്മ മേഖലകളെ പ്രകാശമണിയിച്ച വൈദിക ശ്രേഷ്ഠനാണ് VM മാത്തനച്ഛൻ എന്ന് പറയുന്നത്. വളരെ ശാന്തമായി, ലോകപ്രകാരം വളരെയധികം വിനയാന്വിതമായി പല തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിച്ചൊരു ശുശ്രൂഷ അച്ഛനാണ് ഇത്. വളരെ സംതൃപ്തിയോടുകൂടെ അച്ഛൻ റിട്ടയർ ചെയ്തു. വളരെ സംതൃപ്തിയോടുകൂടെ സഭയിലെ ഒരു മൽപ്പാൻ എന്നുള്ള നിലയിൽ അച്ഛൻ പ്രവർത്തിച്ചതായി കാണാൻ സാധിക്കും. തൻ്റെ നേട്ടങ്ങളെ പറ്റിയോ തൻ്റെ വലിപ്പങ്ങളെ പറ്റിയുള്ള ചിന്തയല്ല, മറിച്ച് കർത്താവിന് വേണ്ടി ജീവിതം ഒഴുങ്ങി വെച്ച അച്ഛൻ്റെ ഒരു സമർപ്പണം അത്രേ കാണാൻ സാധിക്കുന്നത്. ഈ പ്രിയ ശമാശന്മാരാവാൻ പോകുന്ന സഹോദരന്മാരുടെ മാതാപിതാക്കൾ ഇവിടെ കാണുമല്ലോ, ഇടഭാഗങ്ങൾ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ആ അച്ഛൻ്റെ VM മാത്തനച്ഛൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നൊരു കാര്യം കൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അമ്മച്ചിയെ VM മാത്തനച്ഛൻ്റെ മാതാവ് പറഞ്ഞ കാര്യങ്ങളായി അവിടെ എഴുതിയിരിക്കുന്ന, ഞാൻ ഞായറാഴ്ച രാവിലെ അച്ഛൻ കുർബാന ചെല്ലുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. VM മാത്തനച്ഛൻ്റെ അമ്മ രോഗത്തിൻ്റെ അവസ്ഥയിൽ, പ്രായത്തിൻ്റെ അവസ്ഥയിൽ പള്ളിയിൽ പോകാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യം. അപ്പോൾ VM മാത്തനച്ഛനോട് പറയുന്ന കാര്യമാണ്, ഞാൻ ഞായറാഴ്ച രാവിലെ അച്ഛൻ കുർബാന ചെല്ലുന്ന സമയത്ത് വീട്ടിൽ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, സഹോദരപ്പെട്ടക്കാരെ, നമുക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. ഈ അച്ഛന്മാർ വിശുദ്ധ കുർബാന എടുക്കുമ്പോഴും ഈ അച്ഛന്മാർ ശുശ്രൂഷയിൽ പ്രവേശിച്ച എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വവും ചുമതലയുമായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ഉദാഹരണങ്ങൾ സായിപ്പിൻ്റെ ഉദാഹരണങ്ങളാവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ നിർവഹിച്ച് എത്രയോ പേരെ കാണാൻ സാധിക്കും. അങ്കോല ആശ്രമത്തിൻ്റെ ആചാര്യയായിരിക്കുന്ന KM ഷാമുവേൽ അച്ഛൻ്റെ ഒരു ജീവിത സാക്ഷ്യം കേൾക്കാനായിട്ടിടയായി തീർന്നു. ദീർഘവർഷങ്ങൾ കർണാടകയിൽ ഈ ഒരു ദാസ്യ ശുശ്രൂഷ നിർവഹിച്ച അച്ഛനാണ്. ഒരിക്കൽ ഞങ്ങളോട് വന്ന് പാർത്തപ്പോൾ പറഞ്ഞു, അവർ ഒരു ഗ്രാമത്തിലൂടെ പോവുകയാണ്. അവിടെ ഒരു മനുഷ്യനെ കണ്ടു, ജടകൾ മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുകയാണ്. വളരെ വൃത്തിഹീനമായ ചുറ്റുപാടുകളാണ്, വളരെയധികം മോശമായ ചുറ്റുപാടുകളാണ്. അവിടെ ഈ KM ഷാമുവേൽ അച്ഛനും നമ്മുടെ മിഷണറീസും ഒക്കെ ചേർന്ന് ഈ മനുഷ്യനെ അല്പം ബലമായി തന്നെ, കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അല്പം ബലമായി തന്നെ അദ്ദേഹത്തെ പിടിച്ച് മുടി കത്തിരിച്ചു. അദ്ദേഹത്തെ കൊണ്ടുപോയി ഭംഗിയായി കുളിപ്പിച്ചു. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അവർ പറയുന്ന ഒരു കാര്യം, ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ഭാണ്ഡക്കെട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുഴുവൻ പുറത്ത് വളരെ മോശമായ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോഴാണ് ചത്ത ഒരു മൃഗത്തിൻ്റെ ശരീരം കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുക. KM ഷാമുവേൽ അച്ഛന് മിഷണറി അച്ഛനായതുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഈ മനുഷ്യനെ കണ്ടപ്പോൾ അവനെ കുളിപ്പിക്കുകയും അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള നമ്മുടെ വന്യരായ പട്ടക്കാരുടെ ശുശ്രൂഷകളെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഡോക്ടർ പങ്കജ് ചതുർവേദി എന്ന് പറയുന്ന അദ്ദേഹം ഈ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വന്ന് അദ്ദേഹം പാർത്തിട്ടുണ്ട്. ഈ ജൂബിലി മന്ദിരത്തെ പറ്റിയും മാർത്തോമാ സഭയെ പറ്റിയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ബോംബെ പൻവേലിൽ നമുക്കുള്ള സ്ഥലത്ത് ഒരു ഹോസ്പീസ് സെൻറ്ററിൻ്റെ നിർമ്മാണത്തിന് ഈ ഡോക്ടർ പങ്കജ് ചതുർവേദിയും ടാറ്റ ഹോസ്പിറ്റലിൽ നമ്മളെ സഹായിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 60 ബെഡുള്ള ഒരു ഹോസ്പീസ് സെൻറ്റർ ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരാൻ സാധ്യതയില്ല,
ഒന്നും തിരികെ ലഭിക്കത്തില്ല. ഒന്ന് തിരിച്ച് ചിരിക്കാൻ പോലും പറ്റാതെയുള്ള ആളുകളെ ടാറ്റ ഹോസ്പിറ്റലിലെ ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് അങ്ങനെയുള്ള ആളുകളെ വഴിയിലേക്ക് ഇറക്കി വിടാൻ ഇടയാവാതെ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു ചുറ്റുപാട്. ആ ഒരു ശുശ്രൂഷയിൽ മാർത്തോമാ സഭ പങ്കുചേരണമെന്ന ഏറ്റവും നിർബന്ധം ഈ ഡോക്ടർ പങ്കജ് ചതുർവേദിക്കായിരുന്നു. അദ്ദേഹം ഒരു ഉന്നത കുലജാതനാണ്, ലോകമെമ്പാടും പോയി പഠിച്ച ആളാണ്. ടാറ്റ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറാണ്, പ്രധാനമന്ത്രിയോട് ചേർന്ന് പലപ്പോഴും മീറ്റിങ്ങുകൾക്ക് കൂടുന്ന ആളാണ്. നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും ഇവാനിയോസ് തിരുമേനിയോടും പങ്കജ ചതുർവേദി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദ ഗവൺമെൻറ് ഹാസ് ഇനഫ് വെൽ ടു ബിൽഡ് ഹ്യൂജ് സ്ട്രക്ചേഴ്സ് ബട്ട് ദ മാർത്തോമാ ചർച്ച് കാൻ ഡു ദ സർവീസ് വിത്ത് ഗ്രേറ്റ് ലവ് എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. ദ ഗവൺമെൻറ് ഹാസ് ഇനഫ് വെൽ ടു ബിൽഡ് ഹ്യൂജ് സ്ട്രക്ചേഴ്സ് ബട്ട് ദ മാർത്തോമാ ചർച്ച് കാൻ ഡു ദ സർവീസ് വിത്ത് ഗ്രേറ്റ് ലവ്. ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ട് എത്ര വലിപ്പമുള്ള ഹോസ്പിസ് സെൻ്ററും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ടിടയായിത്തീരുന്നത് മാർത്തോമാ സഭയ്ക്കാണ് എന്ന് വടക്കേ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ ഡോക്ടർ, ഉന്നത നിലയിലുള്ള ഡോക്ടർ പറയുമ്പോൾ മാർത്തോമാ സഭയുടെ സാക്ഷ്യം ഓർത്ത് വെച്ചാൽ മതി. അദ്ദേഹത്തിന് ഈ ഒരു സാക്ഷ്യം ലഭിച്ചത് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഒരു ദിവസം രാവിലെ ഇവിടെ നടക്കാനായിട്ട് പോയി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് അറിയാനായിട്ട് താല്പര്യപ്പെട്ടു. അദ്ദേഹം പോയപ്പോൾ പറയുകയാണ്, അച്ഛന്മാരാവാനുള്ള ആളുകളും അവിടെ പാലിയേറ്റീവ് കെയറിൽ ബെഡ് റിഡനായിരിക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്ന കണ്ടു. പ്രിയ അച്ഛന്മാരെ, എത്രയോ ധന്യമായ ശുശ്രൂഷ, എത്രയോ ധന്യമായ അനുഭവം. ക്രിസ്ത്യാനിയാണെന്ന് പേരുകൊണ്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ ഡോക്ടർ പങ്കജ് ചതുർവേദിയെ പറ്റി ഓർക്കാറുണ്ട്. എന്നേക്കാൾ നല്ലൊരു ക്രിസ്ത്യാനിയാണ് ഡോക്ടർ പങ്കജ് ചതുർവേദി എന്ന് ഓർക്കും. നമ്മളെ പലതരത്തിൽ സഹായിക്കുന്ന ആളാണ്. സഹായം നല്ല, എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിന് നമ്മളെ പറ്റിയുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മാർത്തോമാ സഭയിലെ അച്ഛന്മാരാവാനിരിക്കുന്നവരും ദൈവജനവും ഒരുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ആളുകളാണ് എന്ന് പറയുന്ന അനുഭവം. ഈ ഒരു വലിയ ശുശ്രൂഷയിൽ ദൈവത്തോട് ചേർന്ന് പങ്കാളികളാവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. തീത്തോസ് തിരുമേനി ബോംബെയിലിരിക്കുമ്പോൾ ആ വഴിയെ യാത്ര ചെയ്യും. ഓരോ സിഗ്നലുകളിലും ധാരാളം കുട്ടികൾ അവിടെ വന്ന് നിന്ന് കൈനീട്ടി സഹായം അപേക്ഷിക്കും. തിരുമേനി ആലോചിച്ചു. തിരുമേനി പറഞ്ഞു, എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞു. കഷ്ടമാണെന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്നില്ല. റാക്ക് പിക്കേഴ്സ് പ്രൊജക്റ്റ് ആരംഭിച്ചു. ഇന്നലെ അവിടുത്തെ ഒരു ചുമതലക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, 750 കുട്ടികൾ. റാക്ക് പിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പാട്ടയും പഴയ പേപ്പറും പെറുക്കി നടക്കുന്ന ആളുകൾ. അവിടുത്തെ വലിയ ഡമ്പി ആളുകൾ വേസ്റ്റ് കൊണ്ടിടുന്ന ഇടത്ത് ഒരു ഭാഗത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ തീയിൽ നിന്ന് കുപ്പിയും പ്ലാസ്റ്റിക്കിലൊക്കെ പെറുക്കുന്ന ആളുകൾ. അവരെ പഠിപ്പിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ അന്ന് തുടങ്ങിയ ശുശ്രൂഷ ഇപ്പോൾ 750 കുട്ടികൾ അതിൻ്റെ പ്രയോജനം അനുഭവിക്കുന്നു. 750 കുട്ടികളുടെ ഒരു പക്ഷെങ്കിൽ ആ തെരുവിൽ ജീവിതം അവസാനിക്കാവുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം. കഴിഞ്ഞ വർഷം അതിലൊരു കുട്ടി 94 മാർക്കോടുകൂടെ 10ാം ക്ലാസ് പാസ്സായി. ഒരു കുട്ടിയല്ല, 4-5 കുട്ടികൾ 80% മാർക്കോടുകൂടെ പാസ്സാവാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്പുരാൻ മാർത്തോമാ സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദാസ്യ ശുശ്രൂഷ, ദൈവത്തോട് ചേർന്ന് ആ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അനേകർക്ക് രക്ഷയ്ക്കും അനേകർക്ക് വീണ്ടെടുപ്പിനും നന്മയ്ക്കും മുഖാന്തരമായിട്ട് മാറുന്നു. ആ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തമ്പുരാൻ ഈ 4 സഹോദരങ്ങളെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അവരോട് ചേർന്ന്, അവരുടെ മാതാപിതാക്കളോട് ചേർന്ന്, അവരുടെ ഇടവകളോട് ചേർന്ന്, അവരുടെ അച്ഛന്മാരോട് ചേർന്ന് ഞങ്ങൾ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഇതൊരു ദാസ്യ ശുശ്രൂഷ. ഇതിൻ്റെ ഉത്തമമായ ഒരു മാതൃക യേശു കർത്താവ് തന്നെയാണ്. ഈ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നിങ്ങളും ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഇതൊരു ഓപ്ഷനല്ല, വേണമെങ്കിൽ ചെയ്യാവുന്ന കല്ലേ. ഇതാണ് ശുശ്രൂഷ. ഈ നമ്മുടെ ശുശ്രൂഷയുടെ ഏറ്റവും പരമപ്രാധാന്യം അറിയിക്കുന്ന ഭാഗവും അനുഭവമായി കാണാൻ സാധിക്കും. അനേക ഗുണവിശേഷങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്താവുന്ന പൗലോസ് പറയുകയാണ്, ഞാനൊരു ദാസനാണ്, ഞാൻ യേശുവിൻ്റെ ദാസനാണ് എന്ന് പറയുന്നു. മറ്റ് സഹപ്രവർത്തകരെ മനസ്സിലാക്കുന്നത് ഞങ്ങൾ കൂട്ടുവേലക്കാരാണ് എന്ന് പറയുന്നു. ഇനിയും ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ സഭയിൽ പറയാനായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കൂടെ പറയാനുള്ള അവസരമല്ലല്ലോ. പ്രിയമുള്ളവരെ, ഈ ഒരു മഹനീയമായ ശുശ്രൂഷിക്കേണ്ടി വിളിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കാം. ഈ ശമ്മാശന്മാരാകുന്നത് വരെ എത്ര പരീക്ഷയുണ്ടായിരുന്നു, എത്ര ടെസ്റ്റ് ഉണ്ടായിരുന്നു, എത്ര പ്രാവശ്യമുള്ള ഇവാലുവേഷൻസ് ഉണ്ടായിരുന്നു. അച്ഛനായാൽ പിന്നെ അങ്ങനെയുള്ള വലിയ ഇവാലുവേഷൻ ഒന്നുമില്ല, ഒരു ക്ലോസ് സൂപ്പർവിഷനൊന്നുമില്ല. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. യു ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്.
ദൈവം സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ശുശ്രൂഷയ്ക്കല്ലാതെ മറ്റൊരു പോം വഴിയില്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി നിലനിന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുക. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതിലൂടെ സന്മുഖത്ത് നിന്ന് നന്ന് നല്ലവനും വിശ്വസനമായ ദാസനെ എന്നുള്ള ഇമ്പസ്വരം കേൾക്കുക മാത്രമല്ല, അത് ദൈവജനത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ട് മാറുന്നു. അതിലൂടെ തിരുസഭയുടെ കെട്ടുപണിക്ക് മുഖാന്തരമായിട്ട് തീരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ ശുശ്രൂഷ യേശു കർത്താവിനോട് ചേർന്ന് ഈ സഭയിലൂടെ നിർവഹിപ്പാൻ, സമൂഹത്തിന് വേണ്ടി നിർവഹിപ്പാൻ, ദൈവജനത്തിന് വേണ്ടി നിർവഹിപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സഹോദരങ്ങളെ ബലപ്പെടുത്തി മുൻപോട്ട് വഴി നയിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആ ശുശ്രൂഷകളുടെ പ്രിയപ്പെട്ടോട് ചേർന്ന് നമുക്കും പങ്കാളികളാവാം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ നമുക്കൊരുമിച്ചുള്ള ഈ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.